നമസ്കാരം. ഞാൻ എം വിജിൻ, കല്യാശ്ശേരി MLA ആണ്. രണ്ടാം തവണയാണ് കല്യാശ്ശേരിയിലെ ജനങ്ങൾ തിരഞ്ഞെടുത്ത് കേരള നിയമസഭയിലേക്ക് വരുന്നു. കഴിഞ്ഞ 5 വർഷക്കാലം കല്യാശ്ശേരിയുടെ എൻ്റെ പ്രിയപ്പെട്ട ജനങ്ങളെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം ആ നാടിനു വേണ്ടി ആത്മാർത്ഥമായി നിർവഹിക്കാനുള്ള ശ്രമമാണ് നടത്തിയത്. പിണറായി സർക്കാർ വലിയ നിലയിലുള്ള പദ്ധതികൾ കല്യാശ്ശേരി മണ്ഡലത്തിന് കഴിഞ്ഞ 5 വർഷം നൽകുകയുണ്ടായി. വിദ്യാഭ്യാസ മേഖലയിലും ആരോഗ്യരംഗത്തും അടിസ്ഥാന സൗകര്യ വിപുലീകരണത്തിലും വലിയ പിന്തുണ നൽകിയിരുന്നു കഴിഞ്ഞ 5 വർഷക്കാലം സർക്കാർ. അതിൻ്റെ ഭാഗമായി വികസന കുതിപ്പിലേക്ക് കല്യാശ്ശേരി മണ്ഡലത്തെ നയിക്കാൻ സാധിച്ചു എന്നതും അഭിമാനകരമായ ഒന്നാണ്. വിദ്യാഭ്യാസ മേഖലയിൽ നമ്മുടെ സർക്കാർ സ്കൂളുകളെയെല്ലാം മികച്ച കെട്ടിടത്തിലേക്ക് മാറ്റിയെടുക്കാൻ വേണ്ടി സാധിച്ചു. കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് നിരവധിയായ സ്കൂൾ കെട്ടിടങ്ങൾ യാഥാർത്ഥ്യമായി. MLA ഫണ്ടിൽ എല്ലാ സ്കൂളുകളിലും കമ്പ്യൂട്ടർ ലാബുകൾ നൽകി. ഇപ്പോൾ മണ്ഡലത്തിലൊരു ഗവൺമെൻറ് UP സ്കൂളിൽ AI റോബോട്ടിക് ലാബ് ഈ ഒരു കാലഘട്ടത്തിലാണ് ഉദ്ഘാടനം ചെയ്ത് സ്കൂളിനായി നാടിനായി തുറന്നു കൊടുത്തത്. ആരോഗ്യരംഗത്ത് കണ്ണൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് എൻ്റെ മണ്ഡലത്തിലാണ്. 272 കോടിയുടെ പദ്ധതികളാണ് കഴിഞ്ഞ സർക്കാർ കണ്ണൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിനായി അനുവദിച്ചത്. അതിൻ്റെ പ്രവൃത്തികൾ വിവിധ ഘട്ടങ്ങളായി നടന്നുകൊണ്ടിരിക്കുക. സമ്പൂർണ്ണ കുടിവെള്ള മണ്ഡലമായി അത് ഒരു വലിയ നേട്ടമാണ്. കല്യാശ്ശേരി മണ്ഡലത്തിലെ എല്ലാ വീടുകളിലും കുടിവെള്ളം എത്തിക്കാൻ സാധിച്ചു എന്നതും സമ്പൂർണ്ണ കുടിവെള്ള മണ്ഡലമായി മാറി എന്നതും അഭിമാനകരമായ നേട്ടമാണ്. PW റോഡുകൾ BMBC നിലവാരത്തിലേക്ക് മാറ്റി. പൂർണ്ണമായും എല്ലാ PW റോഡുകളും ആ നേട്ടം കൈവരിച്ചു. 3 റെയിൽവേ ഓവർ ബ്രിഡ്ജുകൾ ഈ കാലയളവിൽ പ്രവർത്തനം ആരംഭിച്ചു. അതോടൊപ്പം തന്നെ പാലങ്ങൾ, കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ പാലം കാവിൻമുനമ്പ് പാലം കിഫ്ബിയിൽ 91 കോടി രൂപ അതിൻ്റെ പ്രവൃത്തി ഉദ്ഘാടനം കഴിഞ്ഞു, പ്രവൃത്തി തുടരുകയാണ്. അങ്ങനെ ഓരോ മേഖലയിലും പഴയങ്ങാടിയുടെ അടിപ്പാത, 28 കോടിയുടെ പുലിമുട്ട്, മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി ഫിഷ് ലാൻഡിംഗ് സെൻറ്റർ, അങ്ങനെ നിരവധിയായിട്ടുള്ള പദ്ധതികളെ യാഥാർത്ഥ്യമാക്കാൻ പറ്റി. അതിൻ്റെ തുടർച്ചയാണ് തീർച്ചയായും ജനങ്ങൾ ആ ഉത്തരവാദിത്തം ഏറ്റെടുത്തത്. ആ തുടർച്ച ഏറ്റെടുത്തുകൊണ്ട് കല്യാശ്ശേരിയിലെ ജനങ്ങൾക്കായി ഇന്നിപ്പോൾ നിയമസഭയിൽ മത്സ്യത്തൊഴിലാളികൾക്കൊരു ഹാർബർ ഞാൻ ബഹുമാനപ്പെട്ട ഫിഷറീസ് മന്ത്രിയോട് സബ്മിഷനിലൂടെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ നേരത്തെയുള്ള പദ്ധതികളുടെ പൂർത്തീകരണം ടൂറിസം രംഗത്തുൾപ്പെടെ അതിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. അതോടൊപ്പം കല്യാശ്ശേരിയിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന വിധത്തിൽ പുതിയ പദ്ധതികൾ കൂടി കല്യാശ്ശേരിയിലേക്ക് കൊണ്ടുവന്ന് കല്യാശ്ശേരിയെ വികസന കുതിപ്പിലേക്ക് നയിക്കുക എന്ന ഉത്തരവാദിത്വം, ജനങ്ങളേൽപ്പിച്ച ഉത്തരവാദിത്വം നിർവഹിക്കുകയാണ്. ആ പ്രവർത്തനത്തിൽ സഭാ TV തീർച്ചയായും സഭയുടെ ഓരോ നടപടിക്രമങ്ങളെയും ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ്. കല്യാശ്ശേരി മണ്ഡലത്തിൻ്റെ വികസന പ്രവർത്തനങ്ങളും സഭാ TVയുടെ സഹകരണത്തോടുകൂടി ജനങ്ങളിൽ എത്തിക്കാൻ സാധിക്കുന്നുണ്ട്. ഒരു അംഗമെന്ന നിലയിൽ നിയമസഭക്കകത്ത് ഞാൻ നടത്തുന്ന പ്രവർത്തനങ്ങൾ അത് ജനങ്ങളിലെ മുന്നിലേക്ക് എത്തിക്കുന്നതും സഭാ TVയാണ്. സഭാ TVയുടെ പ്രവർത്തനങ്ങളെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ സഭാ TV നൽകിയ പിന്തുണ ഒരു അംഗം എന്ന രീതിയിൽ എൻ്റെ പ്രവർത്തനങ്ങൾ ജനങ്ങളിൽ എത്തിക്കാനുള്ള ഏറ്റവും വലിയ മാധ്യമം എന്ന രീതിയിൽ ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ച് സഭാ TVക്ക് എല്ലാ ആശംസകളും അറിയിച്ചുകൊണ്ട് കല്യാശ്ശേരിയുള്ള ജനങ്ങൾക്ക് വേണ്ടി കല്യാശ്ശേരിയുടെ ഒരു അംഗം എന്ന രീതിയിൽ കൂടുതൽ കരുത്തോടെ പ്രവർത്തിക്കും, കൂടുതൽ വികസനത്തിലേക്ക് കല്യാശ്ശേരി എത്തിക്കും.